എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാർലിക് ചട്നി. സിമ്പിളാണ് കേട്ടോ. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കണ പ്രോസസ്സൊന്നുമില്ല അതിൽ. ചതച്ചത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിടയിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് നല്ലോണം കുമിച്ചിട്ട് മുളക് പൊടി. അത് വേണച്ചാൽ നിങ്ങൾക്ക് എരിവുള്ളതും കാശ്മീരിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം, എരിവ് വല്ലാതെ വേണ്ടാത്തവർക്ക്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അജ്വൈന് ഒരു 1/4 ടീസ്പൂൺ, അജ്വൈൻ പറഞ്ഞാൽ അയമോദകം ഒരു 1/4 ടീസ്പൂണും. പിന്നെ ഉപ്പ് ഞാനിവിടെ പിങ്ക് സോൾട്ടാണ്, ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ടോ അതാണ് ഇട്ടിരിക്കുന്നത്, അതാണ് കളർ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേണ്ട വെള്ളം ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. വല്ലാതെ വെള്ളം കൂടണ്ട, നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം വേണം ഇതിലേക്കൊരു തടുക്ക ഒരു ഒന്ന് വറുത്തിടണ രീതിയിൽ. അപ്പോൾ അതൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് ഇതായതിന് ശേഷം ഉപ്പൊക്കെ നോക്കി റെഡി ആയതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണിച്ചാലും ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കടുക് വേണിച്ചാടാം. ഇവിടെ ഞാൻ ജീരകമാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂണ് ഗരം മസാലയുടെയും കൂടി ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി അവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടിയും ചേർക്കണം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അതിൽ നിന്ന് പിന്നെ എണ്ണ തെളിയണ വരെ നന്നായി കുറുക്കിയിട്ട് നമ്മൾ ഇട്ട മസാലകളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർത്തുമല്ലോ, അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചട്നി റെഡിയാണ്. അതിലേക്ക് പിന്നെ ഒരു 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടാണ്ട്, അത് കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ, കസൂരി മേത്തി നമ്മൾ കറിയിലൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ പനീറിൽ അങ്ങനത്തേലൊക്കെ ചേർക്കും. കസൂരി മേത്തിയും ഒരു ചെറിയ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ട എണ്ണ നന്നായി തെളിഞ്ഞു വന്നു, അതായത് നമ്മുടെ മസാലയൊക്കെ നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ പോയി. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇത് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. ഇത് പൊറാട്ട, ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള എല്ലാറ്റിനും അടിപൊളിയാണ്. കറി ഉണ്ടാക്കാനൊക്കെ മെനക്കെടാതെ ഈ ചട്നി കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. വേറൊരു ടേസ്റ്റാണ് അതിന്. കസൂരി മേത്തിലിയും ജീരകം, അയമോദകം ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നല്ലൊരു അടിപൊളി ചട്നിയാണ്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.